അങ്ങനെ അവസാനം അടിച്ചു തനി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇന്നലെ ആണെങ്കിൽ ടെറഫിൽ കളിക്കാൻ പോയി വിഷ്ണുചേട്ടൻ്റെ അടുത്ത്. അപ്പം ഞാൻ വിഷയം എനിക്കൊരു സ്ക്രീൻഷോട്ട് അടിക്കണം, മീനൊന്നും കാണുന്നില്ല, അങ്ങനെ ഇവിടെ മീനൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു നിനക്ക് മീനെ പിടിക്കാൻ നീ ഇങ്ങോട്ട് നമുക്ക് കടന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. രാത്രി 3 മണിയൊക്കെ ആയി. അപ്പോൾ അത് ഞങ്ങൾ കല്ലറ മീൻ പിടിക്കാൻ പോയി. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒരെണ്ണത്തിന് കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡിൽ പോയതാണ്. അങ്ങനെ വിഷ്ണുചേട്ടൻ ഒരു 2 എണ്ണം അടിച്ചു. പിന്നെ വിഷ്ണുചേട്ടൻ പോയിട്ട് നിനക്കല്ലേ പിടിക്കണ്ടേ, നീ അടിക്ക് എന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കര സപ്പോർട്ടൊക്കെ. വിഷ്ണുചേട്ടൻ സ്പോട്ടൊക്കെ ചെയ്ത് കാരണം എനിക്കിങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല മീനെ. പുള്ളിക്ക് പോയി പരിചയമുള്ളതുകൊണ്ട് സ്പോട്ടൊക്കെ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് ഒരെണ്ണത്തിന് ഞാൻ അടിച്ചു കേട്ടോ. എന്നാലും നിങ്ങൾ വീഡിയോ കാണാം. കുറച്ച് അഡ്വാൻസ് അല്ലേ ലോങ് അടിക്കണം എന്നുവെച്ചാൽ ബഡ്ജറ്റ് ഇത് ലാവാ. 2000 രൂപ 3000 രൂപയുടെ സാധനമൊക്കെ ഉണ്ട്. ഞാനത് മേടിച്ച ഇതൊരു 1500 എന്തോ വിലയുള്ള. കാരണം എനിക്ക് ലോങ് ഈ സെന്റർ ഉള്ളതിനെ അടിക്കാൻ പാടാ. മറ്റേ വെച്ച് കാരണം ബേസ് മോഡലല്ലേ, ബേസ് മോഡൽ അടിച്ചടിച്ച് അതിന്റെ പരിപ്പ് മൊത്തം ഇതായി. അടിയാണെങ്കിലും വരാലാണെങ്കിലും നമ്മൾ സ്പോട്ട് ചെയ്ത് അപ്പം തന്നെ അടി വെക്കുക. കാര്യമാണെങ്കിൽ വെട്ടം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ പോകും. വാളയാണെങ്കിലും പോകും. അപ്പോൾ ആ ലൈറ്റ് മിന്നിച്ച് കളിക്കല് അപ്പം തന്നെ സ്പോട്ട് ചെയ്ത് അവിടെ നിന്ന് മാറ്റല്. കരിമീനാണെങ്കിലും അതിന്റെ കണ്ണിൽ തന്നെ നേരെ തന്നെ സ്പോട്ടിൽ തന്നെ അടിച്ചോണ്ടിരിക്കണം. മാറ്റല്ലേ, മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മീൻ പോകും. പിന്നെ കാര്യമില്ല. ഡീപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചറവറ എവിടെയെങ്കിലും ഈ തടി ഉണ്ടെങ്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിച്ചൂരി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡീപ്പ് എടുക്കുന്നതൊക്കെ നല്ലത് ഇത് തന്നെയാണ്. ഇതിന്റെ മറ്റേ ലോക്ക് തട്ടിക്കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ലോക്ക് ഉണ്ട് ഉടക്കുമല്ലേ, ലോക്ക് ഉണ്ട് എവിടെയെങ്കിലും കയറി കൂടാം. അതുകൊണ്ട് പിന്നെ രക്ഷയില്ല. ഈ പുല്ലാണെങ്കിലും കയറി ഉടക്കും. അപ്പം നമ്മൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് മതി. പിന്നെ ഇതിന്റെ ചെറുതുണ്ട്, അത് ഏറ്റവും നല്ലത്. ഇത്രേ ഉള്ളൂ ചെറുത്, അതാ ഏറ്റവും നല്ലത്. അതാണെങ്കിൽ പടപടാന്ന് നമുക്ക് കൊടുക്കാം. ചെറുതാ സീതപ്പമ്പല്ല, നീർക്കോലിയാന്ന് തോന്നുന്നു. വെള്ളത്തിൽ കിടക്കുന്ന ആറ്റിലുള്ള ഇഷ്ടം പോലെ മുഷിയായിരുന്നു. ഇന്നിപ്പോൾ കാണാൻ ആറ്റിൽ മുഷിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ കൂടുതൽ ചെറുമീൻ, നാടൻ വരാലും ആറ്റുവാള, കൂടെ മറ്റേ ആറ്റിയമ്പലി എന്ന് പറഞ്ഞ ഐറ്റമുണ്ട്. അത് ഒത്തിരി ഉണ്ടാവും. നല്ല കരിമീനൊക്കെ അടിപൊളി രുചിയാ. കരിമീനെ പോലെ തന്നെ ഒരു വരുന്ന അത് തന്നെ ഇന്നലെ ഒരെണ്ണത്തിനെ കണ്ടായിരുന്നു. അതിനെ നോക്കിയിട്ട് അത് കിട്ടുവാണ് അടിപൊളിയാ. കരിമീനൊക്കെ മാറി നിൽക്കും. എന്നാ രുചിയാ. ഈ സൈഡിൽ നിന്ന് അടിച്ചോ കണ്ടാകുന്നത് ഇല്ല, വരാലാണോ? നീ കാണുന്നതിന് മുന്നേ എനിക്ക് കാണാം. ഫുള്ള് വട്ടം അടിച്ചില്ല. വലുതായിരുന്നോ? ഇവിടെ ഭയങ്കര സ്റ്റോറി ഇരിക്കടാ. ഇവിടെ ഒരാൾ ഒരു പെണ്ണുമ്പിള്ളേനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയ ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പണ്ട് ജന്മികൾ ഉള്ള സമയത്ത് ആൾക്കാർ ഇനി ഒരു പുള്ളിക്കാരനെ തല്ലിക്കൊന്ന് അവിടെ ആ പാടത്ത് കുഴിച്ച് ഇട്ട് അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഉള്ളതായിരിക്കൊന്നുമല്ല. എന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മീനുണ്ടോ, അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ ആൾക്കാർ വരില്ലേ. പണ്ടെന്തോ ഇങ്ങനെ സംഭവം ഒന്നും ഉണ്ടായി കാണും. അപ്പൊ ഇതിപ്പോഴും പറയുക, ഓരോരുത്തർ കാണുക. ആ മൂല അടിച്ചോ ഇങ്ങനെ പറയും. അപ്പൊ ഇവിടെ ആൾക്കാർ വരല്ലോ വരാതിരിക്കാൻ വേണ്ടി. അവിടെ രാത്രിയൊക്കെ വന്ന് ചൂണ്ടൊക്കെ ഇട്ട് അടിക്കാറുള്ള. അതിനെയൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ വെല്ലുവിളിക്കുന്നതൊന്നും അല്ല. പക്ഷെ ഇത് എനിക്കറിയത്തില്ല. ഇതിനു മുന്നേ ഈ അടുത്തിടെ ഞാൻ അറിയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു അനക്കം കണ്ടാലും നമ്മളതാന്ന് വിചാരിക്കും. ഇത് ഓട്ടോമാറ്റിക് മൈൻഡ് കൊള്ളുമ്പോൾ നമ്മള് മനസ്സിൽ വിചാരിക്കുമല്ലോ അവിടെ ഉണ്ട്, അവിടെ ഇങ്ങനെ ഉണ്ട്, മറ്റേ ഉണ്ട്. പക്ഷെ അന്ന് നമ്മളെ കാര്യം പറഞ്ഞു തന്നില്ല. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് പോകുന്നത്. അതുകൊണ്ട് എന്നിട്ട് ആ പുള്ളിക്കാരിയുടെ സാരി ഈ വെള്ളത്തിൽ കൂടെ സാരിയൊക്കെ ഇങ്ങി വരും. അങ്ങനെയൊക്കെ പറയുമ്പോ പേടി വരില്ലോ ഓട്ടോമാറ്റിക്കലി. റീതിങ്ക് ചെയ്യുമല്ലോ. അയ്യോ അങ്ങനെ സാരിയോ കുഞ്ഞ സംഭവം മീനാണോ? അതിന്റെ അടിയിൽ നിന്നാ അതോടെ കയറി ചെറുതാ. എന്നിട്ട് ഞാൻ കിട്ടിയിട്ടില്ല, അടിച്ചില്ല, അടിയില്ല. അടി പക്ഷെ ഉണ്ടായിരുന്നു. ആ സൈഡ് കൂടെ തെന്നിപ്പോയത് നല്ലതല്ലേ. അവനിങ്ങനെ അടുത്ത് വല്ലതും പൊങ്ങോ? അവൻ പൊങ്ങില്ല. അടി എവിടെ കിട്ടിയിട്ടുണ്ട് അതിനെ. എന്നാ ചെയ്യാനാ, അത് കിട്ടുക നൈസൊരു കറക്റ്റ് സാധനത്തിലാണ് നിന്നത്. പൊങ്ങി ഏറെടുക്കാൻ വേണ്ടി വന്നതാ. നമ്മളതിനെ
എങ്ങനെയൊക്കെയോ അതിനെ കൊള്ളിക്കാതെ അടിച്ച്. നമ്മുടെ കണ്ണടച്ച് അടിച്ചപ്പോൾ അതിനെ കൊണ്ടാണ്. ഞാൻ പിന്നെ മാരകമായി അതിനെ ആ വീഡിയോ അകത്ത് രക്ഷപ്പെടുപ്പിച്ചു. വേറെ ആരെങ്കിലും ഞാൻ ചെയ്യുമോ അങ്ങനെ? ചുമ്മാ ഈ മുകളിൽ നിന്ന് കൈ കൊണ്ട് അവിടെ ഇട്ടാൽ മതി. എൻ്റെ ഒപ്പം പുറത്തുനിന്ന് കിട്ടാൻ മാണ്ടകി ടൈപ്പ് മറ്റേ ചെറുത്താൻ ടൈപ്പുള്ള ചെറുമീൻ്റെ അടി കാണും. നമുക്ക് 3-3.5 കിലോ മുളിയുള്ളത് ചെറുമീൻ്റെ അടി വന്നു. രാത്രി ഞാൻ പറഞ്ഞ എനിക്ക് അടിക്കണമെങ്കിൽ ആദ്യം ഒന്നും അടിക്കാൻ നോക്കിയാനെ, പക്ഷെ അത് പൊങ്ങി വരുമെന്ന് മനസ്സിലായി. പൊങ്ങി വരുവാണെങ്കിൽ നിനക്ക് വീഡിയോ കിട്ടുമല്ലോ. മെയിൻ ഉദ്ദേശം എന്നാ ചെയ്യുക, ക്യാപ്ചർ ചെയ്യണം. നല്ലൊരു സാധനത്തെ ക്യാപ്ചർ ചെയ്യണം. ഉറം കിട്ടിയില്ലോ ഒരു ചെറുതാ. അതിനടിക്കാൻ പറ്റില്ല. അടിക്കാൻ പറ്റുന്നതല്ല, പൈപ്പ് ഉടയ്ക്കുന്നത്. അല്ല, അത് അടിക്കുന്ന ചെറുതല്ലേ, വലുതാകട്ടെ. മറ്റേ മുട്ടം കാലം കൊണ്ടൊക്കെ ശരിയാണ്. ദീപക്ക് ഞാൻ അന്ന് ഇവിടെ നിന്ന് 3-4 കയറ്റിയായിരുന്നു. ആണോ? ആണോ വരാതെ സൈസുള്ള അത്യാവശ്യം ഷോകായല്ലോ. ഈ സൈഡ് ഈ തുമ്പത്ത് ഈ ചോട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കൂടാ. നമുക്ക് ഇതുവരെ ചെറുങ്ങനെ കണ്ടില്ല കേട്ടോ. നമുക്ക് എന്താ വലിയ സാധനം കിട്ടാനുണ്ടാവുക, നമുക്ക് എന്താ വലിയ സാധനം വരാണ്ട് വെച്ചിട്ടേ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്നല്ലേ പറയാ. നോക്കി കയറി പോണേ. ചെറുമീനൊക്കെയാണ് അപ്പം തെറിക്കുക ഒറ്റ കാണുമ്പോഴല്ലേ, ആ ഒറ്റ ഗ്യാപ്പിൽ തന്നെ അടിച്ചു ഇടുക. പിന്നെ മിണ്ടാൻ പാടില്ല. സത്യം പറഞ്ഞ മിണ്ടിക്കഴിഞ്ഞ് ഈ ഒച്ച കേട്ട് ഞമ്മരെ അങ്ങ് പോവുള്ളൂ. നമുക്ക് വലിയ മീനെ പിടിക്കണമെങ്കിൽ ഒച്ചയൊന്നും ഇല്ലാതെ വാ. ശരിയാവില്ല. ഒരു 3 കിലോ ഉള്ള മീൻ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമായിരുന്നു. രസമായിരുന്നു. ചുമ്മാ നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ ഒറ്റ ഇറങ്ങി കൊള്ളിച്ച് വെള്ളം പുളിപ്പായി പോയി. പുളിപ്പല്ലാത്ത ദിവസം മീനെ വിളിക്കാം. ആയിരുന്നത് ജോസ്മോൻ ചേട്ടനെ വിളിക്കാം. എന്നിട്ട് അവനെ കൊണ്ട് ലൈറ്റ് അടിപ്പിക്കാം. അവനാണ് ഭയങ്കര തീവ്രമായിട്ട് സ്പോട്ട് ചെയ്യും. പക്ഷെ എന്നൊക്കെ കഴിവൊക്കെ ഇങ്ങനത്തെ കാര്യത്തൊക്കെ ഭയങ്കര ഉന്നവും ഭയങ്കര ഷവർപ്പുമാണ്. 10 മീനാണെങ്കിലും ഉണ്ടെങ്കിൽ ആ 10 മീനെ വന്ന് കണ്ടുപിടിക്കും എങ്ങനെയായാലും. പിന്നെ ആ മീനെ അടിക്കാതെ അവർ പോരാനും പറ്റത്തില്ല. അത് ഏറ്റവും സഹിക്കാൻ വയ്യാതെ വെക്കുമ്പോൾ അതിനിട്ടവിടെ ഇരിക്കും. 10 മിനിറ്റ് ടോർച്ചൊക്കെ മാറ്റി വെക്കും. എന്നിട്ട് ഇതുപോലത്തുള്ള ഈ പുല്ലിൻ്റെ ഇടയിൽ നോക്കിയാൽ മതി. ഈ ചെടിയുടെ ഒക്കെ നിൽക്കുന്നതെല്ലാം ചെത്ര സൈസാണ്. ചെറിയ കുഞ്ഞിക്ക ഐറ്റങ്ങളൊന്നും കാണില്ല. ഉള്ളവനാണെങ്കിൽ ഉടക്കില്ലാത്ത ഫ്രോഗ് വെച്ച് കൃത്യം ഈ ഗ്യാപ്പ് കെട്ടണം. ഇവിടെ മുട്ടൻ ചെറുമീനുണ്ട്. കാരണം അവിടെ കിടന്ന് പൊട്ട് കണ്ടായിരുന്നോ? അത് മുതല സൈസുള്ള വെക്കണം. നമുക്ക് അവനെ ഒരു ദിവസം വന്ന് പൊക്കാം, വീഡിയോ എടുക്കാം. മുട്ട നാടൻ വരല്ലായിരുന്നു. മൂർക്കൻ, പെരുമ്പാമ്പ്. പെരുമ്പാമ്പിന് കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ വെച്ചാൽ കിടക്കുന്നതെല്ലാം ടോപ്പ് ഐറ്റങ്ങളാണ്. അതുകൊണ്ട് നോക്കിപ്പോയാൽ നമുക്ക് കൊള്ളാം. നീ നമുക്ക് നാളെ പിടിക്കാം. ഉണ്ടില്ല. അതെന്നെ നിപ്പം തോന്നുന്നു. മാറ്റല്ലേ കണ്ടതന്നെ അങ്ങനെ ഓട്ടം കിടന്ന് കണ്ട സഹിക്കുന്നുമില്ല. അന്ന് എനിക്ക് സങ്കടം ആ ചെറുമീനാ. എടാ ഇന്ന് മീൻ കണ്ടില്ല, കാണാത്തതിൻ്റെ വിഷമമുണ്ട്. അതിനിടയ്ക്ക് മീനൊന്നും കണ്ടിട്ട് അടിക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ അത് പൊളിക്കുന്നു. അന്ന് അത്രയും വലിയ ചെറുമീൻ കണ്ടിട്ട് അടിക്കാൻ പറ്റിയില്ല. കയറിച്ച് നടി പയ്യെ പോകുന്നത്. അത് കൊള്ളാം. അടിച്ചു. നല്ല അടിയായി ഉണ്ട്. അടിച്ചില്ലേ? ഇല്ല സാരമില്ല. മീനല്ല. അല്ലല്ല. അതെ മുട്ടം പാളക്കാരിയാ. പാള മനസ്സിലായോ? മറ്റേ വണ്ണമുള്ള. അയ്യോ അതിൻ്റെ പൈസ ആയിരുന്നു. ജമ്പർ മറ്റേ വരാല് പോലെ ഇരിക്കുന്നത്. ശരി അടിക്കുന്നുണ്ടോ? ഇല്ല അടിച്ചിട്ട് അടിക്കും. ഞാൻ വീഡിയോ എടുക്കാം. വേണ്ട
പിന്നെ ഇല്ല അടിച്ചു പയ്യെ കയ്യെ വലിക്കാൽ കൈ കൊണ്ട് വലിച്ചു തരടാ. മീൻ എടുത്തു. പയ്യെ വലിക്കണേ, കമ്പയാണെങ്കിൽ ഇറങ്ങിയാലോ? ഇറങ്ങൊന്നും വേണ്ട, മീൻ പോകണ പൊക്കോട്ടെ, കുഴപ്പമില്ല. ഇറങ്ങിയുള്ള പരിപാടിയൊന്നും വേണ്ട. വലിച്ച് പൊക്കി തരുമോ? അങ്ങനെ വലിച്ചു തരും, കുഴപ്പമില്ല, ടാസ്ക് എടുക്കണ്ട. അങ്ങനെ അവസാനം അടിച്ചു. തനി നാടൻ വരാല്. അതിനൊന്ന് ഷോ ചെയ്തടാ. അതിൻ്റെ വായ പിടിക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ 1/2 കിലോ ഉള്ളൂ. എന്താ 1/2 കിലോ? ഇങ്ങനെ തിരിച്ചാ അതിനെ സൈഡിൽ നിന്ന് കാണിച്ച് ആ നാടൻ വരാല്. താഴെട്ടേക്ക്. ചിലവർ ആയിരിക്കും മകാഭാവമാണ്, പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത്. അതിനെ നോക്കാതെ നേരെ ഓപ്പോസിറ്റ് ആ വന്ന വഴി തന്നെ. വലിച്ചങ്ങ് എടുത്തു, ഒന്നും നോക്കണ്ട. അങ്ങനെ 1/2 കിലോ ഉള്ളൊരു നാടൻ വരാൽ പക്കയായിട്ട് പിടിച്ചു. 1 കിലോ ഉള്ള ഞങ്ങൾ വിട്ട് കളഞ്ഞു കേട്ടോ. അങ്ങനെ വെട്ടം കണ്ട് ഓടിയതാ. പക്ഷെ മറ്റേ പവറായിരുന്നെങ്കിൽ ഓടി പെട്ടെന്ന് ജെറ്റിട്ട് പോയാൽ പെട്ടെന്ന് സെറ്റാക്ക്. നിങ്ങൾ നേരെ അങ്ങ് പോവാ. 5 മണിയായില്ലേ. കൈപ്പുഴക്കാറ്റ് പോകണ്ട, വേറെ സ്ഥലമുണ്ട് പോകുന്ന വഴിക്ക്. കൈപ്പുഴക്കാറ്റ് എന്ന് വെച്ചാൽ ഉള്ളിലോട്ട് കയറി പോകണം. വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിയുവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അടുത്ത സ്പോട്ടോട്ട് പോയായിരുന്നു. പക്ഷെ അവിടെ പോയിട്ട് നമുക്ക് വേറെ അങ്ങനെ മീനൊന്നും സ്പോട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല. മീനൊന്നും കണ്ടില്ല. ഇവിടെയാണല്ലോ മീൻ കുറവായിരുന്നു. പിന്നെ ജസ്റ്റ് രാത്രി വന്ന് ചുമ്മാ നോക്കാന്നുള്ള രീതിക്ക് വന്നാൽ ജസ്റ്റ് ഒരു മീനെ അടിക്കാൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാവരെയൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. നമ്മൾ ഈ ഫിഷിങ് കാര്യങ്ങൾ നൈറ്റ് വരുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് സ്പോട്ട് ചെയ്യാനും വേറെ ആളെ കൊണ്ടുവരാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ചുമ്മാ വീഡിയോ എടുത്തതേ ഉള്ളൂ, അല്ലാതെ ഇതിപ്പം വ്ലോഗ് എടുക്കുന്ന പ്ലാൻ ചെയ്ത് എടുത്തൊന്നും അല്ല. അപ്പം നിങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത സമയം കാണാം.